അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ആമുഖഭാഷണങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ മുഅ്മിനായി കഴിഞ്ഞാൽ, ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ, ഒരാളുടെ ഈമാനും ഇസ്ലാമും അവൻ്റെ ഖൽബിൽ ഉറച്ചു കഴിഞ്ഞാൽ, അത്തരം ഒരു മനുഷ്യനിൽ നിന്ന് ഈമാനിൻ്റെ ശേഷമുണ്ടാകുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. മുഅ്മിനായതിൻ്റെ ശേഷം, ഈമാൻ ഉറച്ചതിൻ്റെ ശേഷം ഒരു മനുഷ്യൻ്റെ ഖൽബിൽ നിന്ന് ഉണ്ടാകുന്ന സ്നേഹത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ആ സ്നേഹത്തിന് സ്ഥാനമുണ്ട്. ആ സ്നേഹമുള്ള മനുഷ്യന് അള്ളാഹുവിൻ്റെ സമീപത്ത് വലിയ സ്ഥാനമുണ്ട്. ഇത് വെറുതെ പറയുകയല്ല. എത്രത്തോളം എന്നറിയുമോ? ചില സന്ദർഭങ്ങളിലൊക്കെ ഈ മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിന് അവൻ ചെയ്യുന്ന അമലുകളെക്കാൾ പവർ കൂടുതലാണ് അള്ളാഹുവിൻ്റെ സമീപത്ത്. ഞാൻ നിങ്ങൾക്ക് ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. നമുക്കൊക്കെ പരിചയമുള്ള സ്വഹീഹായ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ സ്വഹാബി വന്നു. എന്നിട്ട് ആ സ്വഹാബി ചോദിച്ചു, മത്ത സാഅത്തു യാ റസൂലല്ലാഹ്, നബിയെ, എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമാണ് അയാൾ ചോദിച്ചത്. പക്ഷേ മുത്തുനബി തങ്ങൾ അയാളോട് പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ. ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്നതല്ല പറഞ്ഞത്. വമാ അഅദത്തലഹ, അയാളോട് ചോദിച്ചു, സ്നേഹിത, ഖിയാമത്ത് നാൾ എന്ന് സംഭവിച്ചാലും ഖിയാമത്ത് നാളിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് പറയാൻ മറുപടിയില്ല. അയാൾ പറഞ്ഞു, നബിയെ, ഞാനങ്ങനെ കൂടുതൽ നിസ്കരിക്കുന്ന ആളൊന്നുമല്ല. ഫറള് നിസ്കരിക്കും, സുന്നത്ത് നിസ്കാരങ്ങളൊന്നും എൻ്റെ കയ്യിൽ കൂടുതലില്ല. ഫറളായ അമലുകൾ ചെയ്യുമെന്നതിനപ്പുറം സുന്നത്തായ അമലുകളൊക്കെ വളരെ കുറവാണ്, എല്ലാ കാര്യങ്ങളിലും കുറവാണ്. പക്ഷേ നബിയെ, ഒരു കാര്യം എന്നിലുണ്ട്. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എൻ്റെ കയ്യിലുണ്ട്, അത് ധാരാളമുണ്ട്, അമലുകൾ കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാം പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞ മറുപടി, നിങ്ങൾ പേടിക്കണമെന്നോ അല്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നോ, നിങ്ങൾ ഇങ്ങനെ ആയാൽ പോരാ, നിങ്ങൾ നിങ്ങളുടെ അമലുകളിൽ ഒരുപാട് വർധനമുണ്ടാക്കണമെന്നോ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. മറിച്ച് മുത്തുനബി തങ്ങൾ അയാളോട് പറഞ്ഞ മറുപടി, അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ സ്നേഹമുണ്ടല്ലോ. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടെ നിങ്ങൾ നാളെ മഹ്ശറിലും സ്വർഗ്ഗലോകത്തും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ മനുഷ്യനിൽ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണ്? അയാൾ ശരിയായ മുഅ്മിനാണ്, നിർബന്ധമായ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവരാണ്. അതിനപ്പുറം സ്നേഹം അയാളിൽ നിറയെ ഉണ്ടായിരുന്നു. ആ സ്നേഹം ഉണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളോട് കൂടെ സ്വർഗമുണ്ടെന്ന വാഗ്ദാനമാണ് ആ മനുഷ്യന് നൽകപ്പെട്ടത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിം ആയതിൻ്റെ ശേഷം, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന ആ പ്രഖ്യാപനം, അതിനേക്കാൾ വലിയൊരു സന്തോഷം ഞങ്ങൾ കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വല്ലാതെ സ്നേഹിക്കുന്നവരാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ആ സ്നേഹമുണ്ടാകുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ ആ മനുഷ്യൻ അത് കാരണമായി ഈമാനിൻ്റെ മധുരം നുകരാൻ കഴിയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മധുരം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഏതൊക്കെയാണ് 3 കാര്യങ്ങളെന്ന് പറയുക? ആദ്യം പറഞ്ഞത്, അയ്യക്കൂൻ അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. 1, അള്ളാഹുവും അവൻ്റെ റസൂലും
ആ മനുഷ്യനിലേക്ക് ബാക്കിയുള്ള എല്ലാവരെക്കാളും സ്നേഹമുള്ളവരാകുക. ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആവുക. ഒന്നാമത്തെ കാര്യം സ്നേഹത്തിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നമ്മളൊരാളെ സ്നേഹിക്കുക, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൻ്റെ മാനദണ്ഡം അള്ളാഹുവാണ്. അതായത് അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഈ മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ആ മാനദണ്ഡത്തിലൂടെ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം, അതും സ്നേഹമാണ്. മൂന്നാമത് പറഞ്ഞത് കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ ഒരാൾ വല്ലാതെ വെറുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ പറഞ്ഞ 3 കാര്യങ്ങളിൽ 2 കാര്യവും സ്നേഹമാണ്. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. 2, അള്ളാഹും റസൂലും സ്നേഹിച്ചവരെ, അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. ഈ 2 സ്നേഹം, ഇതാണ് ഈമാനിൻ്റെ അടിത്തറ. ഈമാനുള്ളവരെ, വിശ്വാസികളായ നമ്മളൊക്കെ ആ സ്നേഹിക്കുന്നവരും അതിന് ശ്രമം നടത്തുന്നവരുമാണ്. റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് അവസാനിച്ചല്ലോ. നമ്മൾ റബീഉൽ അവ്വൽ മാസമൊക്കെ നമ്മുടെ നേതാവായ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ആളുകളാണ്. ഇത് രണ്ടാമത്തെ വസന്തമാണ്, റബീഉൽ ആഖിർ മാസമാണ്. ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുന്ന, അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസമാണ്. അള്ളാഹു സ്നേഹിച്ച എല്ലാ മഹാന്മാരെയും നമ്മൾ സ്നേഹിക്കണം. അത് നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാനുള്ള മാർഗമാണ്. മാത്രമല്ല, അത് നമ്മുടെ ഈമാനിനെ ശക്തി പകരുന്ന, ഈമാനിൻ്റെ മാധുര്യം നുകരാൻ കാരണമാകുന്ന ഒരു വസ്തുത കൂടിയാണ് അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹു സ്നേഹിച്ച എല്ലാ മഹാന്മാരെയും നമ്മൾ സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖ് തങ്ങളടക്കം എല്ലാ മഹത്തുക്കളോടും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്കൂ, ഞാനൊരൊറ്റ സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നൊരു സൂറത്തുണ്ട്, സൂറത്തുൽ കഹ്ഫ്. നമുക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം. വലിയ മഹത്വമുള്ള സൂറത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യേണ്ട സൂറത്തുമാണത്. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ആ സൂറത്തിൻ്റെ പേര് നോക്കൂ നിങ്ങൾ, കഹ്ഫ് എന്നാണ്. അതിനർത്ഥം ഗുഹ എന്നാണ്. ഗുഹാവാസികളായ ഒരു 7 ചെറുപ്പക്കാരുടെ കഥ വിശദമായി ആ സൂറത്തിൽ പറയുന്നത് കൊണ്ടാണ് ആ സൂറത്തിൽ ഇങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടത്. ആ ഗുഹാവാസികളായ ഗുഹയിൽ 309 കൊല്ലം ഉറങ്ങിക്കിടന്ന, അതല്ലെങ്കിൽ മരിച്ചു കിടക്കുകയും അള്ളാഹു പിന്നീട് പുനർജീവിപ്പിക്കുകയും ചെയ്ത 7 ചെറുപ്പക്കാരുടെ കഥയാണല്ലോ പറയുന്നത്. അവരുടെ കഥ പറയുന്ന സമയത്ത് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു അവർക്ക് ആ ഗുഹാമുഖത്ത് കാവലിരുന്ന ഒരു നായയെക്കുറിച്ച് പറയുന്നുണ്ട്. വകൽബുഹും ബാസിതുൻ ദിറാഅഹി ബിൽ വസീദ് ലബി ത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിഅത മിൻഹും റുഅബാ. നബി, അവർക്ക് കാവലിരുന്ന നായ അതിൻ്റെ 2 കൈകൾ നീട്ടി ഇങ്ങനെ ആ ഗുഹാമുഖത്തിരുന്നിരുന്നു. ആ നായയെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേടി തോന്നുമായിരുന്നു, അത്രയും ശൗര്യമുണ്ടായിരുന്നു ആ നായക്ക് എന്നാണ് സൂറത്തുൽ കഹ്ഫിൽ ഈ നായയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നാളെ സ്വർഗത്തിൽ വരുന്ന 10 ജീവികളിൽ ഒരു ജീവിയാണ് ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ എന്നാണ്. ഒരു നായക്ക് സ്വർഗമുണ്ടെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണമെന്നറിയുമോ? സോവി അടക്കം എല്ലാ തഫ്സീറുകളിലും കാണാൻ പറ്റും. സോവി അടക്കം എല്ലാ തഫ്സീറുകളിലും കാണാം. ഈ അൽ കഹ്ഫ് സൂറത്തിൽ ഈ നായയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ ഈ നായയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഈ 7 ചെറുപ്പക്കാർ നാട് വിട്ടോടി പോവുകയാണ്. രാജാവിൻ്റെയും പട്ടാളക്കാരുടെയും കണ്ണിൽ പെടാതെ അവർ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓടിപ്പോകുന്ന സമയത്ത് അവർ ആ മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അവരുടെ പിറകെ കൂടി. അവർ കല്ലെടുത്തെറിഞ്ഞു, നായ ഓടിപ്പോയി. ഒരല്പസമയം കഴിഞ്ഞ് നായ മടങ്ങി വന്നു. രണ്ടാമതും ഇവർ കല്ലെടുത്ത് നായയെ ആട്ടിവിടുകയുണ്ടായി. നായ ഓടിപ്പോയി. പിന്നെയും നായ വന്നു. മൂന്നാമത് ഇവർ എറിയാൻ ഒരുങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതം, ആ നായ അവരോട് സംസാരിച്ചു. നായ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ആട്ടി ഓടിക്കേണ്ടതില്ല. ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നതല്ല. അന ഉഹിബ്ബു അഹ്ബാബല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹിതരാണ്, അള്ളാഹുവിനെ സ്നേഹിച്ചവരാണ്. അള്ളാഹ് നിങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ അഹ്ബാബുകളായ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗുഹയിൽ കയറി ഉറങ്ങി വിശ്രമിച്ചുകൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാവലിരിക്കാമെന്ന നായ പറഞ്ഞു എന്നാണ്. അള്ളാഹു സ്നേഹിച്ച ആ 7 ചെറുപ്പക്കാരെ ഈ നായ സ്നേഹിച്ചപ്പോൾ അള്ളാഹു തആല ആ നായക്ക് സ്വർഗം കൊടുത്തില്ലേ? നിങ്ങൾ നോക്കൂ, നായക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ്? തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം, നായയെ അടുപ്പിക്കരുത് എന്നല്ലേ ഇസ്ലാമിൻ്റെ പ്രമാണം? നിങ്ങൾ നോക്കൂ, ഇത്രയും ഇസ്ലാമിൽ സ്ഥാനം നിഷേധിക്കപ്പെട്ട ഒരു ജീവി അള്ളാഹു സ്നേഹിച്ച ചില ആളുകളെ സ്നേഹിച്ചപ്പോൾ അവർക്ക് സ്വർഗം ലഭിച്ചെങ്കിൽ, ഈമാനുള്ളവരെ,
ഈമാനുള്ളൊരു മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിച്ചവരെയും അള്ളാഹു സ്നേഹിച്ചവരെയും സ്നേഹിച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്! അത് വലിയ ഒരു തൗഫീഖാണ്. ആ മഹാന്മാരോട് കൂടെയൊക്കെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളൊരു കാരണമാണ്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കാനും അള്ളാഹും റസൂലും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.